നമ്മുടെ അടുത്ത പോർഷൻ എന്ന് പറയുന്നത് വൺ സൈഡ് ആൻഡ് ടു ആംഗിൾസ് ആണ്. നമ്മളിപ്പോൾ രണ്ട് പോർഷനെ പഠിച്ചത് സൈഡ്സ് ആൻഡ് ആംഗിൾസ് പഠിച്ചു. സെക്കൻഡ് പോർഷനായി ടു സൈഡ്സ് ആൻഡ് വൺ ആംഗിൾ പഠിച്ചു. ഇപ്പോൾ നമ്മൾ വൺ സൈഡ്, ഒരു സൈഡും രണ്ട് ആംഗിൾസും തരുവാണെങ്കിൽ ആ പ്രോബ്ലം, ആ ട്രയാങ്കിൾ നമ്മൾ എങ്ങനെ അനാലിസിസ് ചെയ്യും എന്നാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത്. ഇവിടെ അതിനുള്ള എക്സാമ്പിൾസാണ് കൊടുത്തേക്കുന്നത്. ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തേക്കുന്ന സെയിം എക്സാമ്പിൾസ് നമ്മൾ കൊടുത്തേക്കുന്നത്. ഇവിടെ 40 ഡിഗ്രി 60 ഡിഗ്രി ആംഗിൾസ് തന്നിട്ടുണ്ട്. 80 സെൻറ്റിമീറ്റർ. അതിനെ നമുക്ക് 8 സെൻറ്റിമീറ്റർ, അതിനെ നമുക്ക് ഇങ്ങനെ 8 സെൻറ്റിമീറ്റർ ഇവിടെ ബേസ് ആയിട്ടുള്ളതിന് നമുക്ക് ഇവിടെ സൈഡ്സ് തന്നിട്ടില്ല. അപ്പം ഈ രണ്ട് ട്രയാങ്കിൾസ് എങ്ങനെയാണ് ഈക്വൽ ആകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കണം. അപ്പോൾ അതിനൊരു ജനറൽ പ്രിൻസിപ്പിൾ തന്നിട്ടുണ്ട്. ഇഫ് വൺ സൈഡ് ഓഫ് എ ട്രയാങ്കിൾ ആൻഡ് ദ ആംഗിൾസ് അറ്റ് ഇറ്റ് എൻഡ്സ്, ഒരു ട്രയാങ്കിളിൻ്റെ ഒരു സൈഡും ആ സൈഡിൻ്റെ രണ്ട് എൻഡിലുള്ള ആംഗിൾസും ഈക്വൽ ടു വൺ സൈഡ് ഓഫ് അനദർ ട്രയാങ്കിൾ, ഈ ട്രയാങ്കിളിൻ്റെ ഒരു ട്രയാങ്കിളിൻ്റെ ഒരു സൈഡിൻ്റെ എൻഡിലുള്ള അറ്റത്തുള്ള രണ്ട് ആംഗിൾസും മറ്റൊരു ട്രയാങ്കിളിൻ്റെ സൈഡും അതിൻ്റെ എൻഡിലുള്ള രണ്ട് ആംഗിൾസും ഈക്വൽ ആണെങ്കിൽ ഈ ട്രയാങ്കിളിൻ്റെ അടുത്ത ആംഗിൾ, തേർഡ് ആംഗിൾ എന്ന് പറയുന്നതും രണ്ട് സൈഡ്സും ഈക്വൽ ആയിരിക്കും. അതുപോലെ തന്നെ മറ്റേ ട്രയാങ്കിളിൻ്റെ ഈ ആംഗിളും തേർഡ് ആംഗിളും രണ്ട് സൈഡ്സും ഈക്വൽ ആയിരിക്കും. മനസ്സിലായോ? ഓപ്പോസിറ്റ് ഒന്നുകൂടി വായിച്ചു നോക്കാം. ഇഫ് വൺ സൈഡ് ഓഫ് എ ട്രയാങ്കിൾ ആൻഡ് ദ ആംഗിൾസ് അറ്റ് ഇറ്റ് എൻഡ്സ് ആർ ഈക്വൽ ടു വൺ സൈഡ് ഓഫ് അനദർ ട്രയാങ്കിൾ ആൻഡ് ദ ആംഗിൾസ് അറ്റ് ഇറ്റ് എൻഡ്സ്, ഈ സൈഡിൻ്റെ എൻഡിലുള്ള രണ്ട് ആംഗിൾസ് ആണ്. അല്ലാതെ ഇവിടെ 8 സെൻറ്റിമീറ്റർ തന്നിട്ട് ഇവിടെയാണ് ആംഗിൾ തന്നിരിക്കുന്നതെങ്കിൽ ആ രണ്ട് ട്രയാങ്കിളും ഈക്വൽ ആവാൻ ചാൻസസ് ഇല്ല. ദെൻ ദ തേർഡ് ആംഗിൾസ് ആർ ഓൾസോ ഈക്വൽ ആൻഡ് ദ സൈഡ്സ് ഓപ്പോസിറ്റ് ഈക്വൽ ആംഗിൾസ് ആർ ഈക്വൽ. അപ്പം ഈ സൈഡിൻ്റെ ഓപ്പോസിറ്റുള്ള ആംഗിൾസും ഈ ട്രയാങ്കിളിൻ്റെ ഓപ്പോസിറ്റുള്ള ആംഗിൾസും ഈക്വൽ ആയിരിക്കുമെന്നാണ് ഇവിടെ പറയുന്നത്. വളരെ എളുപ്പത്തിലുള്ളതാണ്. അപ്പം നമുക്ക് ഈ ഒരു പ്രിൻസിപ്പിൾ വെച്ചിട്ടാണ് ഈ പോർഷനിലെ പ്രോബ്ലംസ് നമ്മൾ സോൾവ് ചെയ്യണത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എളുപ്പമല്ലേ? വേണമെങ്കിൽ നമുക്ക് ABC എന്ന് പറഞ്ഞ് കൊടുത്തിട്ട് എടുത്തെഴുതി നോക്കാം. അതിന് മുന്നേ നമുക്കിനി ഈ ഒരു പിക്ചറും കൂടി പറഞ്ഞിട്ട് പോകാം. ഇവിടെ തന്നിരിക്കുന്ന ABCD എന്ന് പറയുന്നത് ഒരു പാരലോഗ്രാമാണ്. നമ്മൾ നേരത്തെ സെക്ഷൻ ടു സൈഡ്സ് ആൻഡ് വൺ ആംഗിൾസിൽ നമ്മൾ പാരലോഗ്രാമിനെ കുറച്ചൊരു ബ്രീഫായിട്ട് പറഞ്ഞതാണ് അല്ലേ? ഓക്കെ, ഇവിടെ കൊടുത്തിരിക്കുന്നത് ABCD എന്ന് പറയുന്നത് പാരലോഗ്രാമാണ്. അപ്പോൾ പാരലോഗ്രാമിനെ കുറിച്ച് നമ്മൾ കുറച്ച് മുമ്പത്തെ സെക്ഷനിൽ ടു സൈഡ്സ് ആൻഡ് വൺ ആംഗിൾസിലെ സെക്ഷനിൽ കുറച്ചൊരു ബ്രീഫായിട്ട് ഇത്തിരി പറഞ്ഞായിരുന്നു. പക്ഷേ ഇവിടെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറയാം. ഇങ്ങനെയാണെങ്കിൽ പ്രോബ്ലംസ് വരുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. ഇവിടെ തന്നിരിക്കുന്ന ABCD എന്ന് പറയുന്നത് ഒരു പാരലോഗ്രാമാണ്. പാരലോഗ്രാം എന്ന് പറയുന്നത് എന്താണ്? രണ്ട് ലൈൻസ് എൻലെസ് ആയിട്ട് കൂട്ടിമുട്ടാതെ പോകുന്നതിനെയാണ് പാരലോഗ്രാം പറയുന്നത്. എങ്ങനെ രണ്ട് ലൈൻസ് പോയാലും അവ തമ്മിൽ ഇൻ്റർസെക്റ്റ് ചെയ്യാതിരുന്നാൽ അതിനെ പാരലോഗ്രാം എന്ന് പറയും. ഇവിടെ AB ഈസ് ഈക്വൽ ടു DC. എങ്ങനെയാണ്? പാരലോഗ്രാമിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്സ് എന്ന് പറയുന്നത് എപ്പോഴും ഈക്വൽ ആയിരിക്കും. അപ്പോൾ നമുക്കൊന്ന് എടുത്ത് എഴുതാം. AB ഈസ് ഈക്വൽ ടു DC. അതുപോലെ തന്നെ ഈ പാരലോഗ്രാം എന്ന് പറയുമ്പോൾ 4 സൈഡ്സ് ആർ ഈക്വൽ ആയിരിക്കും. DAയും CBയും ഈക്വൽ ആയിരിക്കും. DA ഈസ് ഈക്വൽ ടു CB. മനസ്സിലായോ? അപ്പം ഇത്രയും കാര്യമാണ് ഇങ്ങനെ ഒരു പാരലോഗ്രാം തന്നു കഴിഞ്ഞാൽ നമുക്ക് അറിയാവുന്നത്. ഇതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾസും ഈക്വൽ ആയിരിക്കും. ആംഗിൾ A എന്ന് പറയുന്നതും ആംഗിൾ C എന്ന് പറയുന്നതും ഈക്വൽ ആയിരിക്കും. ആംഗിൾ DAB ഈക്വൽ ടു ആംഗിൾ DCB. അതുപോലെ ആംഗിൾ ABC ഈസ് ഈക്വൽ ടു ആംഗിൾ ADC. അതിന് മുന്നേ നമ്മളിപ്പോൾ ഒരു ഡയഗണൽ ഇങ്ങനെ വരയ്ക്കുവാണെങ്കിൽ ഇങ്ങനെ ഒരു ഡയഗണൽ വരച്ചു. അപ്പം DB ഈസ് ദ ഡയഗണൽ. ഓക്കെ, DB എന്ന് പറയുന്നത് ഒരു ഡയഗണലാണ്. DB എന്ന് പറയുന്നത് ഒരു ഡയഗണലാണ്. അപ്പം ഇനി ഇതിലത്തെ ആംഗിൾസ് കണ്ടുപിടിക്കാൻ നമ്മളെങ്ങനെ കണ്ടുപിടിക്കും? ഓക്കെ, ഒന്ന് നോക്കിയാലോ. കഴിഞ്ഞ പോർഷനിൽ പറഞ്ഞ സെയിം സംഭവം തന്നെയാണ് ഇവിടെ അപ്പം ഒരുപോലത്തെ ആംഗിൾസ് ഏതായിരിക്കും?
ആംഗിൾ ഒന്ന് നോക്കിക്കേ, ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ആംഗിൾസ് ഇല്ലേ ഇവിടെ. ആംഗിൾ എ ബി ഡി ഈസ് ഈക്വൽ ടു ആംഗിൾ ബി ഡി സി. എങ്ങനെയാണ്? ഞാൻ ഓർക്കാൻ വേണ്ടി ഒരു എളുപ്പവഴി പറയാം. സെഡ് വരയ്ക്കാം. സെഡ് വരയ്ക്കുമ്പോൾ സെഡിൻ്റെ ഈ മൂലക്കേലത്തെയും ഈ മൂലക്കേലത്തെ ആംഗിൾസ് സെയിം ആണെന്ന് വിചാരിച്ചാൽ മതി. ഇതിനെയാണ് നമ്മൾ ഓൾട്ടർനേറ്റീവ് ആംഗിൾ എന്ന് പറയുന്നത്. കണ്ടോ, ഈ ആംഗിളും ഈക്വൽ ആയിരിക്കും. കാരണം എന്താ? റീസൺ എന്താ? ഓൾട്ടർനേറ്റീവ് ആംഗിൾ. എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഇങ്ങനെ ഒരു പ്രോബ്ലത്തിൽ ഇങ്ങനെ എഴുതി നമുക്കൊരു അതെന്തുകൊണ്ടാണെന്നുള്ള റീസണും കൂടി ഇവിടെ എഴുതാം. ആംഗിൾ എ ബി ഡി ഈക്വൽ ടു ആംഗിൾ ബി ഡി സി അല്ലേ? അതെന്തുകൊണ്ടാണ്? ഇറ്റ്സ് എ ഓൾട്ടർനേറ്റീവ് ആംഗിൾ. ഇങ്ങനെ ഒന്ന് ബ്രാക്കറ്റിൽ റീസൺ കൂടി എഴുതാം. ഇനി നമുക്ക് ഇനി ഒരു ആംഗിളും കൂടി ഈക്വൽ ഉണ്ട്. സെയിം ഇതാണ് ഓൾട്ടർനേറ്റീവ് ആംഗിൾ. ഏതൊക്കെയാണ് എഴുതി നോക്കാം. ആംഗിൾ സി ബി ഡി, ആംഗിൾ സി ബി ഡി ഈക്വൽ ടു ആംഗിൾ എ ഡി ബി, ആംഗിൾ എ ഡി ബി. മനസ്സിലായോ? സെയിം റീസൺ, ഓൾട്ടർനേറ്റീവ് ആംഗിൾ. ഒന്നും കൂടി പറയാം. ആദ്യം നമ്മൾ ഒരു പാരലോഗ്രാമാണ്, അതിൻ്റെ ഈക്വാലിറ്റി, അതായത് പാരലോഗ്രാമിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ ആണെന്ന് അറിയാം. അതുപോലെ ഒരു ഡയഗണൽ വരയ്ക്കുവാണെങ്കിൽ അവിടുത്തെ ആംഗിൾസ് എങ്ങനെ കണ്ടുപിടിക്കും? ആംഗിൾസിൻ്റെ ഈക്വാലിറ്റി നമ്മൾ ചെക്ക് ചെയ്യണം. ആംഗിൾസിന് ഓൾട്ടർനേറ്റീവ് ആംഗിളാണ് നമ്മൾ ആദ്യം നോക്കിയത്. ഓൾട്ടർനേറ്റീവ് ആംഗിൾ എന്ന് പറയുമ്പോൾ എളുപ്പത്തിനായി ഒരു സെഡ് വരയ്ക്കുമ്പോൾ നമുക്ക് ഇവിടെ വരുന്ന ഓപ്പോസിറ്റ് സൈഡ്സിലുള്ള ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. അതുപോലെ തന്നെ ഈ ഒരു ആംഗിൾസ് ഈക്വലാണെന്ന് നമ്മൾ മനസ്സിലാക്കി. അടുത്തെന്ന് പറയുമ്പം സെയിം ഇതിൽ ഇവിടുത്തെ ഈ ആംഗിളും ഈക്വൽ ആയിരിക്കും. അതാണ് നമ്മളിവിടെ എഴുതിയേക്കുന്നത്. സെയിം ഓൾട്ടർനേറ്റീവ് ആംഗിൾസ് ആർ ഈക്വൽ. അപ്പോൾ നമുക്ക് ഇപ്പോൾ നമ്മൾ ആദ്യമേ എ ബി ഈസ് ഈക്വൽ ടു, നമുക്ക് ആക്ച്വലി ക്വസ്റ്റ്യൻസിൽ എ ബി ആൻഡ് ഡി സി ആർ പാരലൽ ലൈൻസ്, ഡി എ ആൻഡ് സി ബി ആർ പാരലൽ ലൈൻസ് എന്നാണ് തന്നിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യം ഈ ഒരു സെക്ഷൻ, അതായത് ആംഗിൾ ഡയഗണൽ വരച്ചിട്ട് ആംഗിൾസ് ഈക്വൽ ആണെന്ന് പറഞ്ഞതിന് ശേഷമാണ് നമുക്ക് എ ബി ഈസ് ഈക്വൽ ടു ഡി സി ഓപ്പോസിറ്റ് സൈഡ്സ് ആണെന്ന് പറയേണ്ടു. ഇതിപ്പം ഒരു പാരലോഗ്രാം തരുമ്പം അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്സ് എന്ന് പറയുന്നത് ഈക്വൽ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഒരു ഡയഗണലും കൂടി ക്രോസ് ചെയ്യുന്ന രീതിയിൽ വരച്ച് വയ്ക്കാമല്ലോ. ഇങ്ങനെ വരയ്ക്കുമ്പം ആംഗിൾസ് കണ്ടുപിടിക്കാൻ പറ്റുമോ? ഇങ്ങനെ വരയ്ക്കുമ്പം ഈ രണ്ട് ആംഗിൾ എന്ന് പറയുന്നത് നമുക്കിവിടെ ഒരു പോയിൻ്റ് എം ആയിട്ട് കൊടുക്കാം അല്ലേ? എം ആയിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളിവിടെ എം എന്ന് പറഞ്ഞൊരു പോയിൻ്റ് കൊടുത്തു. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാനുള്ളത്, നമുക്ക് ഇവിടുത്തെ ആംഗിൾസ് എങ്ങനെയൊക്കെ ഈക്വൽ എന്ന് ചെക്ക് ചെയ്യാം. ഈ ആംഗിൾ എ എം ഡി ഈസ് ഈക്വൽ ടു ആംഗിൾ ബി എം സി. എങ്ങനെയാണ് ഈക്വാലിറ്റി ആവുന്നത്? ഇവിടെ നമ്മൾ ഈക്വലായിട്ട് ഈ പാരലോഗ്രാമിനെ ഡിവൈഡ് ചെയ്ത ഡയഗണൽ വെച്ചിട്ട് ക്രോസ് ചെയ്യുക. അപ്പം ഈ ഒരു പോയിൻറ്റിലത്തെ ഇപ്പുറത്തെ ആംഗിൾസ്, ഓപ്പോസിറ്റ് ആംഗിൾസ് എന്ന് പറയുന്നത് സെയിം ആയിരിക്കും അല്ലേ? അപ്പം ഇതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ആംഗിൾസ്. ഇനി അടുത്ത ആംഗിൾ ഏതാ? ഈ രണ്ട് ആംഗിൾസും സെയിം ആയിരിക്കില്ലേ? ആംഗിൾ എ എം ബി ഈസ് ഈക്വൽ ടു ആംഗിൾ ഡി എം സി. സെയിം റീസൺ, ഓപ്പോസിറ്റ് ആംഗിൾസ്. ഇനി നമുക്ക് വേറൊരു കാര്യം കൂടി അറിയാനുണ്ട്. ഈ സൈഡ്സ് ഈ ഡയഗണലിനെ ഈക്വലായിട്ട് കട്ട് ചെയ്തേക്കെന്ന് പറഞ്ഞു. അപ്പം ഈ എ എം ഈസ് ഈക്വൽ ടു എം സി ആയിരിക്കില്ലേ? ഡി എം ഈസ് ഈക്വൽ ടു എം ബി ആയിരിക്കില്ലേ? അതുപോലെ എ എം ഈസ് ഈക്വൽ ടു എം ബി ആയിരിക്കില്ലേ? ഈ മൂന്ന് ട്രയാങ്കിൾ, അതായത് ഇപ്പം നമ്മൾ ഒരു പാരലോഗ്രാം രണ്ട് ഡയഗണൽ വരച്ച് ക്രോസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ 4 ട്രയാങ്കിൾ എന്ന് പറയുന്നതും ഈക്വൽ ആയിരിക്കില്ലേ? അത്രയേ ഉള്ളൂ. സൈഡ്സ് നമുക്കൊന്ന് എഴുതാം. സൈഡ് എ എം ഈസ് ഈക്വൽ ടു സി എം. അതുപോലെ ബി എം ഈസ് ഈക്വൽ ടു ഡി എം. അപ്പം ഈ രണ്ട് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ്സും ഈക്വലാന്ന് കണ്ടു, ആംഗിൾസ് ഈക്വലാന്ന് പഠിച്ചു. അപ്പോൾ പാരലോഗ്രാമിനെ കുറിച്ച് ഒരു 3 പോയിൻറ്റ്സും കൂടി നമുക്ക്
3 പോയിൻറ്റ്സ് നമ്മൾ പഠിച്ചത് തന്നെയാണ്. പഠിച്ചതിൽ 3 പോയിൻറ്റ്സ് ആയിട്ട് നമുക്ക് എടുത്ത് എഴുതാം. എന്തൊക്കെയാണ്? ഇൻ എനി പാരലോഗ്രാം ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ. അപ്പോൾ 3 പോയിൻറ്റുകൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ, ഇൻ എനി പാരലോഗ്രാം ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ. ഒരു പാരലോഗ്രാമിൽ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആയിരിക്കും. അതാണ് നമ്മൾ ഫസ്റ്റ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇനി രണ്ടാമത്തെ പോയിൻ്റ് ഏതാ? ഇൻ എനി പാരലോഗ്രാം ദ പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷൻ ഓഫ് ദ ഡയഗണൽ ഈസ് ദ മിഡ് പോയിൻ്റ് ഓഫ് ബോത്ത്. രണ്ട് ഡയഗണൽ ഇങ്ങനെ വരയ്ക്കുവാണെങ്കിൽ എം എന്ന് പറയുന്ന പോയിൻ്റ് ഡി ബിയുടെയും എ സിൻ്റെയും മിഡ് പോയിൻ്റ് ആയിരിക്കും. ദ പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷൻ ഓഫ് ഡയഗണൽ ഈസ് ദ മിഡ് പോയിൻ്റ് ഓഫ് ബോത്ത്. ഈ രണ്ട് ലൈൻസിൻ്റെയും ഇൻ്റർസെക്ഷൻ, ഈ പോയിൻ്റ് എന്ന് പറയുന്നത് മിഡ് പോയിൻ്റ് ആയിരിക്കും. ഇനി മൂന്നാമത്തെ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ, ഇൻ എനി പാരലോഗ്രാം ഡയഗണൽ ബൈസെക്ട്സ് ഈച്ച് അതർ. സെയിം, രണ്ട് ഡയഗണലും ഒരുപോലെ ബൈസെക്റ്റ് ചെയ്യും, കൂട്ടിമുട്ടും. അതാണ് നമുക്കിവിടെ മിഡ് പോയിൻ്റ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഒരു പാരലോഗ്രാമിൻ്റെ പാരലോഗ്രാം റിലേറ്റഡ് പ്രോഗ്രാംസ് തരുവാണെങ്കിൽ നമുക്ക് ഈ ഒരു രീതിയിൽ ഈ 3 പോയിൻ്റ് മനസ്സിൽ വെക്കുക. ഇത്രയും ഇപ്പോൾ ഈ പഠിച്ച ആംഗിൾസ്, ഓപ്പോസിറ്റ് ആംഗിൾ, ഓൾട്ടർനേറ്റീവ് ആംഗിൾ, നമ്മൾ കഴിഞ്ഞ സെക്ഷനിൽ പഠിച്ച കറസ്പോണ്ടിങ് ആംഗിൾസും സപ്ലിമെൻ്ററി ആംഗിൾസും എങ്ങനെയാണെന്ന് മനസ്സിലാക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി വരുന്ന പ്രോബ്ലംസൊക്കെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ടെക്സ്റ്റ് ബുക്കിലെ കുറച്ച് പ്രോബ്ലംസ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇവിടെ നമ്മൾ കൊടുത്തേക്കുന്ന 2 പ്രോബ്ലം എന്ന് പറയുന്നത് പേജ് നമ്പർ 21. അപ്പം ഫസ്റ്റ് പ്രോബ്ലം സെയിം ആയിട്ടുള്ള ഒരു പ്രോബ്ലം കൂടി ഉണ്ട്. അത് നിങ്ങൾ ചെയ്ത് നോക്കാം. നമുക്കിപ്പം ഇവിടെ ഒരു പ്രോബ്ലം ചെയ്യാം. എന്താ? ഇൻ ഈച്ച് പെയർസ് ഓഫ് ട്രയാങ്കിൾസ് ബിലോ ഫൈൻഡ് മാച്ചിങ് പെയർസ് ഓഫ് സൈഡ്സ് ആൻഡ് റൈറ്റ് ദെയർ നെയിംസ്. മാച്ചിങ് പെയർസ് ഓഫ് സൈഡ്സ്, അപ്പോൾ നമ്മൾ ഇത്രയും നേരം പഠിച്ചു, എത്ര പ്രോബ്ലം നമ്മൾ ചെയ്ത് പഠിച്ചപ്പോൾ ഒക്കെ മാച്ചിങ് പെയർസ് ഓഫ് സൈഡ്സ് നമ്മൾ എളുപ്പത്തിൽ എഴുതിയില്ലേ. അതുപോലെ വൺ സൈഡ് ആൻഡ് ടു ആംഗിൾസ് തരുമ്പം എങ്ങനെ ട്രയാങ്കിൾസിൻ്റെ പേര്, സൈഡ്സ് നമ്മൾ എങ്ങനെ എഴുതുമെന്ന് ശ്രദ്ധിക്കാം. നോക്കാം അല്ലേ. അപ്പോൾ നമുക്കിവിടെ എന്ത് തന്നിട്ടുണ്ട്? എ ബി നമ്മളുടെ വൺ സൈഡ് ആൻഡ് 2 ആംഗിൾസ് വരുമ്പോൾ എങ്ങനെയാണ്? എ ബി ഒരു സൈഡിൻ്റെ എൻഡിലുള്ള ആംഗിൾസും ഈ സൈഡിൻ്റെ, അതായത് ഈ ട്രയാങ്കിളിൻ്റെ ഈ സൈഡിൻ്റെ എൻഡിലുള്ള ആംഗിൾസും ഈക്വലാണ് എങ്കിൽ എന്താണ്? അതിൻ്റെ ഓപ്പോസിറ്റുള്ള ബാക്കിയുള്ള തേർഡ് ആംഗിൾ എന്ന് പറയുന്നതും റിമൈനിങ് സൈഡ്സും ഈക്വൽ ആയിരിക്കും. അപ്പം ആ ഒരു കാര്യം നമുക്കറിയാം. ആ കാര്യം ഓർമ്മയിൽ വെച്ചിട്ട് വേണം നമ്മളിവിടെ ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ. അപ്പോൾ നമുക്ക് എഴുതി നോക്കാം, സൈഡ്സ് എഴുതി നോക്കാം. അപ്പോൾ ഇവിടെ എ ബി ഈസ് ഈക്വൽ ടു 6 സെൻറ്റിമീറ്റർ. ഇവിടെ 6 സെൻറ്റിമീറ്റർ എവിടെയാണ്? ആർ ക്യൂ. ദാറ്റ് ഈസ് ഈക്വൽ ടു ആർ ക്യൂ. കിട്ടിയില്ലേ? അപ്പോൾ ഇനി നമുക്ക് ഇത്രയും കാര്യം തന്നിട്ടുള്ളൂ. അപ്പോൾ ഇനി ബാക്കി പി ക്യൂ, ആർ പി, എ സി, എ ബി ഈ സൈഡ്സും കൂടി നമുക്ക് ഈക്വൽ എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പം ആംഗിൾ 50 ഡിഗ്രി. ഇവിടെ ആംഗിൾ സി എ ബി ഈസ് ഈക്വൽ ടു ആംഗിൾ, ഇവിടെ 50 ഡിഗ്രി ഏതാ? പി ആർ ക്യൂ. ആംഗിൾ സി എ ബി ഈസ് ഈക്വൽ ടു ആംഗിൾ പി ആർ ക്യൂ. ദാറ്റ് ഈസ് ഈക്വൽ ടു 50 ഡിഗ്രി. അടുത്തത് ഏതാ? ആംഗിൾ എ ബി സി ഈസ് ഈക്വൽ ടു ആംഗിൾ പി ക്യു ആർ. ദാറ്റ് ഈസ് ഈക്വൽ ടു 70 ഡിഗ്രി അല്ലേ? റിമൈനിങ് ആംഗിൾ നമുക്കറിയാം, പക്ഷെ അത് നമ്മളോട് ചോദിച്ചിട്ടില്ല, നമ്മളോട് എഴുതാൻ പറഞ്ഞിട്ടില്ല. വേണമെങ്കിൽ എഴുതാം. ഓക്കെ, അപ്പം 50 + 70 ഈക്വൽ ടു, നമുക്ക് സം ചെയ്ത് വേണമെങ്കിൽ എഴുതാം. ഒന്ന് എഴുതി നോക്കാം. 180 ആണ് സമ്മ്, മൈനസ് ആംഗിൾ 50 + 70 എത്രയാണ്? 120 അല്ലേ? 120. ദാറ്റ് ഈസ് ഈക്വൽ ടു 60 ഡിഗ്രി. അപ്പം ആംഗിൾ എ സി ബി ഈസ് ഈക്വൽ ടു ആംഗിൾ ആർ പി ക്യൂ ഈസ് ഈക്വൽ ടു 60 ഡിഗ്രി. ജസ്റ്റ് ഇവിടെ എഴുതി വെച്ചേക്കാം 60 ഡിഗ്രി എന്ന്. ഇപ്പോൾ കണ്ടോ, നമുക്കൊരു കാര്യം കിട്ടി. എന്താ? 2 ആംഗിൾസ്, തേർഡ് ആംഗിൾസ് ഈക്വൽ ആണെന്ന് കിട്ടി. ഇനി നമുക്ക് സൈഡ് സുഖമായിട്ട് എഴുതിക്കൂടെ? എങ്ങനെയാണ്? എ സി അതായത് നമുക്ക് ഈ ഒരു സൈഡിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾ 60 ഡിഗ്രി എന്ന് കിട്ടി. അപ്പം എ ബി ഈസ് ഈക്വൽ ടു ആർ ക്യൂ എന്നൊക്കെ അറിയാം. അപ്പം 70 to 60 ഡിഗ്രി, 70 to 60 ഡിഗ്രി ഏതാ? ബി സി ഈസ് ഈക്വൽ ടു പി ക്യൂ.
അതുപോലെ 15, 60 എൻ്റെ ആംഗിൾസ് കേട്ടോ. എൻ്റെ ആംഗിൾസിൻ്റെ ഇവിടെ ഒരു സൈഡ് ഉണ്ടെങ്കിൽ ആ സൈഡിൻ്റെ എൻ്റെ ആംഗിൾസ് PR. PR ഈസ് ഈക്വൽ ടു AC. CA. ഓക്കെ, അപ്പോൾ നമുക്ക് സൈഡ്സ് 3 കിട്ടി, ആംഗിൾസും കിട്ടി. അപ്പോൾ ഈ പ്രോബ്ലം നല്ല സുഖമായിട്ട് എഴുതി. ഇനി നമുക്ക് അടുത്ത പ്രോബ്ലം ചെയ്ത് നോക്കാം. അടുത്ത പ്രോബ്ലം എന്ന് പറയുമ്പോൾ എൻ്റെ ക്വസ്റ്റ്യൻ, ഇൻ ദ ഫിഗർ AP ആൻഡ് BQ ഈക്വൽ ആൻഡ് പാരലൽ ആർ ലൈൻസ്. AP and BQ equal and parallel lines drawn in the ends of line AB. APയും BQവും ഈക്വൽ ആൻഡ് പാരലൽ ലൈൻസ് ABയുടെ എൻഡ് പോയിൻറ്റിൽ നിന്നും ഈക്വൽ ആൻഡ് പാരലൽ ലൈൻസ് വരച്ചിരിക്കുകയാണ്. ദ പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷൻ ഓഫ് PQ ആൻഡ് AB ഈസ് മാർക്ക്ഡ് ആസ് M. ABയുടെയും PQവിൻ്റെയും ഇൻ്റർസെക്ഷൻ എന്ന് പറയുന്നത് M ആയിട്ട് ABയിൽ ഇൻ്റർസെക്റ്റ് ചെയ്തേക്കാണ്. അത് M ആയിട്ട് മാർക്ക് ചെയ്തേക്കാം. ഇനിയുള്ള ക്വസ്റ്റ്യൻ, അപ്പോൾ നമുക്ക് ഈ ഒരു ഫിഗറിനെ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു. എന്താണ് ക്വസ്റ്റ്യൻ ഇനിയേ പറയുന്നുള്ളൂ. ആർ ദ സൈഡ്സ് ഓഫ് ട്രയാങ്കിൾ AMP ഈക്വൽ ടു ദ സൈഡ്സ് ഓഫ് ട്രയാങ്കിൾ BBMQ. വൈ? ഈ രണ്ട് ട്രയാങ്കിളും ഈക്വൽ ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. എന്താ കാരണം ഒന്നും കൂടി ചോദിച്ചിട്ടുണ്ട്. ഇനി വാട്ട് ഈസ് ദ സ്പെഷ്യൽ അബൌട്ട് ദ പൊസിഷൻ ഓഫ് M ഓൺ AB? ഈ ABയിലെ M എന്ന് പറയുന്ന പൊസിഷൻ എന്താണെന്ന്. ഇനി ഡ്രോ എ ലൈൻ 5.5 cm ലോങ് യൂസിങ് എ സെറ്റ് സ്ക്വയർ ലൊക്കേറ്റ് ദ മിഡ് പോയിൻ്റ് ഓഫ് ദിസ് ലൈൻ. ഒരു 5.5 cm വെച്ചിട്ട് ഒരു ലൈൻ AB വരച്ചിട്ട് അതിൽ നിന്ന് എങ്ങനെ ഇതുപോലെ മിഡ് പോയിൻ്റ് കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് ചോദിച്ചേക്കുന്നത്. ഇപ്പം നമ്മൾ നേരത്തെ ചെയ്ത സെയിം സെക്ഷനിൽ 3 പോയിൻ്റ് നമ്മൾ പാരലോഗ്രാമിൻ്റെ പഠിച്ചു അല്ലേ. അപ്പോൾ അതിലൊരു പോയിൻ്റ് ഈ 3 ക്വസ്റ്റ്യൻ്റെ ആൻസറായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ പ്രോബ്ലം ചെയ്ത് നോക്കാം. എങ്ങനെയാണ്? നമുക്ക് 2 ക്ലൂ തന്നിട്ടുണ്ട്. എന്താ? BAയും BQവും പാരലൽ ലൈൻസാണ്, ഈക്വൽ ആണെന്ന് തന്നിട്ടുണ്ട്. അതുപോലെ AB എന്ന ലൈനിനെ PQ എന്ന ലൈൻ ഇൻ്റർസെക്റ്റ് ചെയ്ത് വരച്ചേക്കുന്നുവെന്ന് നമുക്ക് അറിയാം. അപ്പോൾ നമുക്കത് എടുത്തെഴുതാം. AP ഈസ് ഈക്വൽ ടു BQ ആൻഡ് ഓർ AP പാരലൽ ടു BQ. ഓക്കെ, ട്രയാങ്കിൾ AMPയും ട്രയാങ്കിൾ BMQവും ഈ സൈഡ്സ്, അതിൻ്റെ സൈഡ്സ് എല്ലാം ഈക്വൽ ആണോ, അതായത് ഈക്വൽ ട്രയാങ്കിൾ ആണോ എന്ന് ചോദിച്ചേക്കാം. നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിച്ചൂടെ? എങ്ങനെയാണ്? നേരത്തെ നമ്മളൊരു ഓൾട്ടർനേറ്റീവ് ആംഗിളിൻ്റെ കാര്യം പറഞ്ഞായിരുന്നു. അതിന് മുന്നേ നമ്മൾ ഈ 2 ട്രയാങ്കിൾ എങ്ങനെയാണ് ഈക്വൽ ആണെന്ന് കണ്ടുപിടിക്കുക? ഇതിൻ്റെ സൈഡും അതിൻ്റെ രണ്ട് അറ്റത്തെ ആംഗിൾസും ഈക്വൽ ആണോ എന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞ് നമുക്ക് എല്ലാ സൈഡ്സും ഈക്വൽ ആണെന്ന് കണ്ടുപിടിക്കാമല്ലോ അല്ലേ. അപ്പോൾ എങ്ങനെയാണ്? ഓൾറെഡി 2 കാര്യം നമുക്കറിയാം. ഫസ്റ്റ് ക്വസ്റ്റിൻ്റെ ആൻസർ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാം. ഇവിടെ ട്രയാങ്കിൾ APMൽ ആംഗിൾ APM ഈസ് ഈക്വൽ ടു ആംഗിൾ MQB. കാരണം എന്താ? ഓൾട്ടർനേറ്റീവ് ആംഗിൾ അല്ലേ ഓൾട്ടർനേറ്റീവ് ആംഗിൾ അല്ലേ. 2 പാരലൽ ലൈൻസിനെ ഈക്വലായിട്ട് കട്ട് ചെയ്തു. അതായത് ഈ ലൈൻസിനെ Pയിൽ നിന്നും Qയിലേക്ക് ലൈൻ വരയ്ക്കുവാണെങ്കിൽ ഈ ആംഗിൾസ് ഓൾട്ടർനേറ്റീവ് ആംഗിൾസ് ആയിരിക്കും. അതുപോലെ തന്നെ ഇവിടെ നോക്കിക്കേ, ഈ ഒരു ലൈൻ, അതായത് ഈ 2 പാരലൽ ലൈൻസിൻ്റെ അടുത്ത പോയിൻ്റാണ് Aയും Bയും അല്ലേ. കൂട്ടിമുട്ടുന്ന 2 പോയിൻറ്റ്സാണ് Aയും Bയും. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിളും ഈ ആംഗിളും സെയിം അല്ലേ, ഓൾട്ടർനേറ്റീവ് ആംഗിൾസ് തന്നെയല്ലേ ഇതും. എഴുതാം അല്ലേ. ആംഗിൾ PAM ഈസ് ഈക്വൽ ടു ആംഗിൾ MBQ. ഇതാ ക്വസ്റ്റ്യൻ നമ്മുടെ കഴിഞ്ഞു. 2 ആംഗിൾ ഈക്വൽ ആണെന്ന് കണ്ടു കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഈ സൈഡ് നമുക്ക് ഈക്വൽ ആണെന്ന് അറിയാം. അപ്പം APBQ സൈഡ് ഈക്വൽ ആണ്. അതുപോലെ തന്നെ 2 ആംഗിൾസ്, അതിൻ്റെ 2 എൻഡ് ആംഗിൾസ് ഈക്വൽ ആണ്. ദെർഫോർ ഈ ആംഗിളും ഓപ്പോസിറ്റ് ഈ ആംഗിളും അതായത് ആംഗിൾ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണേ. ആംഗിൾ PMA, അതിൻ്റെ കാരണങ്ങൾ മനസ്സിലാക്കിയാലേ നമുക്ക് ഈ ക്വസ്റ്റ്യൻ പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. ആംഗിൾ PMA ഈസ് ഈക്വൽ ടു ആംഗിൾ BMQ
ക്യൂ. എങ്ങനെയാണെന്ന് മനസ്സിലായില്ലേ? നമുക്ക് രണ്ട് പാരലൽ ലൈൻസ് തന്നിട്ടുണ്ട്, അത് ഈക്വൽ എന്ന് തന്നിട്ടുണ്ട്. അതിൻ്റെ ബി ക്യൂ എന്ന് പറയുന്നത് എ ബിയിലെ ക്രോസ് ആയിട്ട് വരച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ പാരലൽ ലൈൻസ് ആയതുകൊണ്ട് മാത്രം, പാരലൽ ലൈൻസ് ആണ് തന്നെങ്കിൽ മാത്രമേ നമുക്ക് ഓൾട്ടർനേറ്റീവ് ആംഗിളൊക്കെ എടുക്കാൻ പറ്റുള്ളൂ. അപ്പം ആംഗിൾ പി ഈക്വൽ ടു ആംഗിൾ ക്യൂ എന്ന് കിട്ടി, ആംഗിൾ എ ഈക്വൽ ടു ആംഗിൾ ബി എന്ന് കിട്ടി. റീസൺ ഈസ് ഓൾട്ടർനേറ്റീവ് ആംഗിൾസ് ആയതുകൊണ്ട്. അങ്ങനെയാണെങ്കിൽ എ പി എന്നും ബി ക്യൂ എന്ന് പറയുന്ന ലൈൻസ് രണ്ട് ഈക്വലാണ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പം എന്ത് കിട്ടി? ഒരു സൈഡും അതിൻ്റെ രണ്ട് എൻഡ് ആംഗിൾസും ഈക്വലാണെന്ന് കിട്ടി. അടുത്ത ട്രയാങ്കിളിൻ്റെ ഒരു സൈഡും രണ്ട് എൻഡ് ആംഗിൾസും ഈക്വലാണെന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ തേർഡ് ആംഗിൾസും ഈക്വൽ ആയിരിക്കും, സൈഡ്സും ഈക്വൽ ആയിരിക്കും അല്ലേ? അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ കിട്ടി. എന്തൊക്കെയാണ്? സൈഡ് എ എം ഈസ് ഈക്വൽ ടു എം ബി ആൻഡ് സൈഡ് പി എം ഈസ് ഈക്വൽ ടു എം ക്യൂ. മനസ്സിലായില്ലേ? സെക്ഷൻ ബൈ സെക്ഷൻ മനസ്സിലായെന്ന് വിചാരിക്കണം. ഇനി നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താ? വാട്ട് ഈസ് ദ സ്പെഷ്യൽ എബൌട്ട് ദ പൊസിഷൻ ഓഫ് എം ഓൺ എ ബി? അതിൻ്റെ പൊസിഷൻ്റെ സ്പെഷ്യൽ എന്താണെന്ന് ചോദിച്ചേക്കുന്നത്. എന്താ സ്പെഷ്യൽ? നമ്മളിവിടെ കുറച്ച് മുമ്പ് പഠിച്ചായിരുന്നു. ദ പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷൻ ഓഫ് ദ ഡയഗണൽ ഈസ് ദ മിഡ് പോയിൻ്റ് ഓഫ് ബോത്ത്. എന്താ? മിഡ് പോയിൻ്റ് ആണ്. ഈ രണ്ട് പാരലൽ ലൈൻ, അതായത് ഈ എ പി ബി ക്യൂ മിഡ് പോയിൻ്റ് എ ബി എന്ന ലൈനിൽ ക്രോസ് ചെയ്യുമ്പോൾ ഇത് രണ്ട് ട്രയാങ്കിൾസ് ഈക്വൽ ആണെന്ന് തെളിയിച്ചു കഴിഞ്ഞപ്പം ഇതിന് കൂട്ടിമുട്ടുന്ന എം എന്ന് പറയുന്നത് എന്താണ്? മിഡ് പോയിൻ്റ് ആണ്. അപ്പോൾ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് എന്താ? ദ പൊസിഷൻ ഓഫ് എം ഓൺ എ ബി ഈസ് ബിക്കോസ് ഇറ്റ് ഈസ് ദ മിഡ് പോയിൻ്റ് ഓഫ് എ ബി. ലൈൻ എ ബിയിലത്തെ മിഡ് പോയിൻ്റ് ആണ് എം എന്ന് പറയുന്നത്. ഇനി ഒരു സെറ്റ് സ്ക്വയർ, തേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു സെറ്റ് സ്ക്വയർ ഉപയോഗിച്ചിട്ട് 5.5 സെൻറ്റിമീറ്റർ ലോങ് എ ബി വരച്ചിട്ട് അതിൻ്റെ മിഡ് പോയിൻ്റ് കണ്ടുപിടിക്കാനാണ്. മിഡ് പോയിൻ്റ് വരയ്ക്കാനാണ്. എളുപ്പമല്ലേ? എങ്ങനെയാണ് വരയ്ക്കാം നോക്കാം. നമ്മുടെ ക്വസ്റ്റ്യനിൽ 5.5 എ ബി ലൈൻ. അപ്പോൾ ഇതൊരു സെറ്റ് സ്ക്വയറാണ്. 5.5 എ ബി ലൈൻ വരയ്ക്കുകയാണ്. 5 എ ബി. ഞാൻ പേന യൂസ് ചെയ്തിട്ടാണ് കേട്ടോ, നിങ്ങളെല്ലാവരും പെൻസിൽ യൂസ് ചെയ്ത് വരയ്ക്കണേ. എന്നിട്ട് നമുക്ക് എ പിയും ബി ക്യൂവും വരയ്ക്കണം. സെറ്റ് സ്ക്വയർ ഇങ്ങനെ വയ്ക്കുക, ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കാം. സ്ട്രെയിറ്റ് ലൈൻ ഇങ്ങോട്ടേക്ക് നമുക്ക് ഇഷ്ടമുള്ള സെൻറ്റിമീറ്റർ, നമുക്കിപ്പോൾ 2.5 അല്ലെങ്കിൽ 3 എന്തെങ്കിലും കൊടുക്കാം. ഈ സെയിം ലെങ്ത്ത് തന്നെ ഇവിടെയും വരയ്ക്കാം. നമുക്ക് 2.5 വരയ്ക്കാം അല്ലേ? 2.5 വരച്ചു. അതിന് ശേഷം ഈ പോയിൻറ്റും പി ആൻഡ് ക്യൂ പോയിൻ്റ് ഇൻ്റർസെക്റ്റ് ചെയ്ത് വരയ്ക്കുക, കൂട്ടിമുട്ടിച്ച് വരയ്ക്കുക. സെറ്റ് സ്ക്വയർ വെച്ച് വരയ്ക്കുന്നത് മനസ്സിലായോ? അപ്പോൾ ഈ പോയിൻ്റ് എന്ന് പറയുന്നത് എം ആയിരിക്കും. അപ്പം ഈ ലെങ്ത്ത് എന്ന് പറയുന്നത് 5.5 ആയിരിക്കും. 2.25 ആയിരിക്കും. അപ്പോൾ നമുക്ക് ഒരു ക്വസ്റ്റ്യനും കൂടി ചെയ്തതിന് ശേഷം നമുക്ക് അടുത്ത പോർഷൻ തുടങ്ങാം അല്ലേ? ഇത് പേജ് നമ്പർ 21, ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 21 ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ബാക്കി രണ്ട് ക്വസ്റ്റ്യൻ അത് നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ, എളുപ്പമാണ്. അപ്പോൾ നമുക്ക് ഇതൊന്ന് ചെയ്ത് കഴിഞ്ഞിട്ട് ഐസോസെലസ് ട്രയാങ്കിൾസ് തുടങ്ങാം. അപ്പോൾ ഇതിലെന്താ ക്വസ്റ്റ്യൻ? ഇൻ ദ ഫിഗർ എ ബി സി ഡി ഇ എന്ന് പറയുന്നത് ഒരു പെൻറ്റഗണാണ് അല്ലേ? വിത്ത് ഓൾ സൈഡ്സ് ഓഫ് ദ സെയിം ലെങ്ത് ആൻഡ് ഓൾ ആംഗിൾസ് ഓഫ് സെയിം സൈസ്. ഇതിൻ്റെ ഈ തന്നിരിക്കുന്ന പെൻറ്റഗണിൻ്റെ ABCD എന്ന് പറയുന്ന പെൻറ്റഗണിൻ്റെ എല്ലാ സൈഡ്സും ഈക്വലാണ്, സെയിം ആണ്. അതുപോലെ തന്നെ ഇതിൻ്റെ എല്ലാ ആംഗിൾസും സെയിം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ തന്നിരിക്കുന്ന ഇൻഫോർമേഷൻ എന്താണ്? നമുക്ക് ആ ഇൻഫോർമേഷൻ വെച്ചിട്ടാണ് നമുക്ക് ബാക്കി ആ പ്രോബ്ലം ചെയ്യാൻ പറ്റുക. ദ സൈഡ്സ് AB ആൻഡ് AE എക്സ്റ്റെൻഡഡ് മീറ്റ് ദ സൈഡ് CD എക്സ്റ്റെൻഡഡ് അറ്റ് P ആൻഡ് Q. എന്താ? AB എന്ന് പറയുന്ന സൈഡ് എക്സ്റ്റെൻഡ് ചെയ്ത് Pയിലേക്കും E എന്ന് പറയുന്ന സൈഡ് എക്സ്റ്റെൻഡ് ചെയ്ത് Qയിലേക്കും C എന്ന് പറയുന്ന സൈഡ് എക്സ്റ്റെൻഡ് ചെയ്ത് Pയിലേക്കും D എന്ന് പറയുന്ന സൈഡ് Qയിലേക്കും എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ഇത്രയും നമ്മൾ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ഈ ഒരു ഫിഗറിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്.
ഇനി ക്വസ്റ്റ്യൻ എന്താ, നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? ആർ ദ സൈഡ്സ് ഓഫ് ട്രയാങ്കിൾ എ ബി പി സി ഈക്വൽ ടു ദ ട്രയാങ്കിൾ ഇ ക്യു ഡി. ഈ ട്രയാങ്കിളിൻ്റെ സൈഡും ഈക്വൽ ആണോ എന്ന് കണ്ടുപിടിക്കണം. പിന്നെ എ പി, അതായത് ഈ ഫുൾ ട്രയാങ്കിളിൻ്റെ എ പി എന്ന് പറയുന്ന സൈഡും ഈ ഫുൾ ട്രയാങ്കിളിൻ്റെ എ ക്യു എന്ന് പറയുന്ന സൈഡും ഈക്വൽ ആണോ നോക്കണം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ചെയ്യുന്നതിനേക്കാളും മുൻപ് നിങ്ങൾക്കൊരു ഐഡിയ തരാം, ഇതെങ്ങനെ ചെയ്യേണ്ടത്, എങ്ങനെ ഈസി ആയിട്ട് ചെയ്യണമെന്ന് അറിയാം. ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് ഈ പെൻറ്റഗണിൻ്റെ സൈഡെല്ലാം ഈക്വൽ ആണെന്ന്, അല്ലേ? പെൻറ്റഗണിൻ്റെ സൈഡും ഈക്വലാണ്, ആംഗിളും ഈക്വലാണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാം, നമുക്ക് നമ്മളുടെ കയ്യിൽ എന്താ ഉള്ളത്? രണ്ട് ആംഗിളും ഒരു സൈഡും ഈക്വൽ ആണ് എങ്കിൽ എന്താ, ഇപ്പുറത്ത് അതായത് ഈ ആംഗിളും ഈ സൈഡും ഈക്വൽ ആണെങ്കിൽ തേർഡ് ആംഗിളും ഈക്വൽ ആയിരിക്കും, അടുത്ത സൈഡും ഈക്വൽ ആയിരിക്കും, അല്ലേ? അടുത്ത രണ്ട് സൈഡും ഈക്വൽ ആയിരിക്കും. അതാണ് നമുക്ക് മനസ്സിലാകേണ്ടത്. അപ്പോൾ ഇവിടെ ഒരു പെൻറ്റഗൺ അല്ലേ, പെൻറ്റഗണിൻ്റെ സൈഡെല്ലാം ഈക്വൽ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ എന്ന് പറയുന്നത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ പെൻറ്റഗണിൻ്റെ സൈഡ് എന്ന് പറയുമ്പോൾ 5 സൈഡ്സ് ആണ് ഉള്ളത്, അല്ലേ? 5 സൈഡ്സ്. പെൻറ്റഗണിന് 5 സൈഡ്സ് ആണുള്ളത്. അപ്പം ഇതിൻ്റെ എന്ന് പറയുന്നത് എന്താണ്? 360 അല്ലേ? ട്രയാങ്കിളിൻ്റെ 180 ആണെങ്കിൽ പെൻറ്റഗണിൻ്റെ 360 അല്ലേ? 360 ഡിവൈഡ് ബൈ 5 അങ്ങനെയൊന്നും ചെയ്യേണ്ട കാര്യം, ഞാൻ ജസ്റ്റ് നിങ്ങളെ ഒന്ന് ഒരു ഇൻഫോർമേഷന് വേണ്ടി മാത്രം പറയുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു 72 ഡിഗ്രി. അപ്പോൾ ഈ ഒരു ആംഗിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ വെറുതെ എക്സ് എന്ന് ഡിനോട്ട് ചെയ്യാം, അല്ലെങ്കിൽ എ ഡിഗ്രി എന്ന് വേണമെങ്കിൽ ഡിനോട്ട് ചെയ്യാം, അല്ലെങ്കിൽ 72 എന്ന് കിട്ടോ, വലിയ കുഴപ്പമൊന്നുമില്ല, മനസ്സിലാക്കാമല്ലോ. നമുക്ക് തൽക്കാലം എ എന്നിടാം. ഈ എല്ലാം എ ഡിഗ്രിയാണ്, അല്ലേ? അപ്പോൾ നമുക്കൊരു കാര്യം അറിയാം, ഈ ലൈനിൻ്റെ ഈ ഒരു ആംഗിളും സെയിം ആണെന്ന്, ഈക്വൽ ആണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ കാര്യം എളുപ്പമായില്ലേ? നമുക്ക് ഓൾറെഡി ഒരു കാര്യം അറിയാം, എന്താ? ഇ ഡിയും ബി സിയും ഈക്വൽ ആണെന്നല്ലേ? അത് നമുക്ക് ആദ്യം എഴുതാം. സൈഡ്സ് ഇൻ ദ ട്രയാങ്കിൾ ഫ്രം ദ ട്രയാങ്കിൾ, ഇങ്ങനെ എഴുതാം. ഫ്രം ദ ട്രയാങ്കിൾ PAQ, from the triangle PAQ, the pentagon sides of pentagon BC is equal to DE. പെൻറ്റഗണിൻ്റെ സൈഡ് ഈക്വൽ ആണ് നമുക്ക് തന്നിട്ടുണ്ട്. ഈ ഒരു കാര്യം നമുക്കറിയാലോ. അപ്പം നമുക്ക് ഈ ഒരു ആംഗിൾ ഇവിടെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ആംഗിൾ സുഖമായിട്ട് കണ്ടുപിടിച്ചോടെ. എങ്ങനെയാണ്? സപ്ലിമെൻ്ററി ആംഗിൾ. എങ്ങനെയാണ്? 180 ഡിഗ്രി മൈനസ് എ ഡിഗ്രി ആയിരിക്കും ഈ ഒരു ആംഗിൾ എന്ന് പറയുന്നത്, അല്ലേ? 180 മൈനസ് എ ഡിഗ്രി. ഈ ഒരു ആംഗിളും സെയിം അല്ലേ? 180 മൈനസ് എ ഡിഗ്രി. ഈ ഒരു ആംഗിളും 180 മൈനസ് എ ഡിഗ്രി ആയിരിക്കും. ഇതും 180 മൈനസ് എ ഡിഗ്രി ആയിരിക്കും, അല്ലേ? അപ്പോൾ ഈ രണ്ട് ആംഗിൾസും ഈക്വൽ ആണെന്ന് മനസ്സിലായി. അതായത് ഈ ഒരു സൈഡ് നമുക്ക് ഈക്വൽ ആണെന്ന് കിട്ടി. അതുപോലെ ആംഗിൾ നമുക്ക് എഴുതാം. ട്രയാങ്കിൾ ഫ്രം ദ ട്രയാങ്കിൾ BPC ആംഗിൾ PBC is equal to 180 degree. 180 minus a degree. Angle PCB is equal to 180 minus a degree from the triangle DEQ. നമ്മൾ ആദ്യം ഈ ട്രയാങ്കിളുടെ കാര്യം പറഞ്ഞത്. ഇനി നമുക്ക് ഈ ട്രയാങ്കിളുടെ കാര്യം പറയാം. അതും ആംഗിൾ DEQ is equal to 180 minus a degree. Angle EDQ is equal to 180 minus a degree. ഈക്വൽ ആണെന്ന് കിട്ടിയോ? ഒരു സൈഡാണെന്നും കിട്ടി. ഇത് വരുന്ന സൈഡാണ്, ഇത് ഓക്കെ കിട്ടി, ഇത് ഓക്കെ, ഇത് ഓക്കെ, ഈ മൂന്ന് കാര്യങ്ങളും ഓക്കെ. അപ്പോൾ നമുക്കിവിടെ എന്തായി? നമ്മുടെ തിയറം, നമ്മുടെ പ്രിൻസിപ്പിൾ പ്രൂവ് ആയില്ലേ? ഒരു സൈഡും ഈക്വലായി, രണ്ട് ആംഗിൾസും ഈക്വലായി. ഈ രണ്ട് ട്രയാങ്കിളിൻ്റെ രണ്ട് ആംഗിൾസ് വെച്ചിട്ട് ഈക്വൽ ആയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ
ഈ ആംഗിളും ഈക്വൽ ആയിരിക്കില്ലേ? ഈ രണ്ട് സൈഡ്സും നമുക്ക് കിട്ടിയില്ലേ? രണ്ട് സൈഡ്സും ഈ രണ്ട് ട്രയാങ്കിളിൻ്റെയും ഈ രണ്ട് സൈസും ഈക്വൽ ആണെന്ന് മനസ്സിലായി. ഓക്കെ, ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ? ട്രയാങ്കിൾ എ ബി പി സി ടു ട്രയാങ്കിൾ ഇ ക്യു ഡി. ആർ ദ സൈഡ്സ് ഓഫ് ട്രയാങ്കിൾ ബി പി സി ഈക്വൽ ടു ദ സൈഡ്സ് ഓഫ് ട്രയാങ്കിൾ ഇ ക്യു ഡി. ഉത്തരം കിട്ടി, സൈഡ്സ് എല്ലാം ഈക്വൽ ആണ്. പിന്നെ എന്തുകൊണ്ടെന്നാൽ നമ്മളിത് എഴുതി വയ്ക്കുക, എങ്ങനെ കിട്ടിയെന്നുള്ളത് പ്രൂവ് ചെയ്ത് വയ്ക്കുക. ഇനി ആർ ദ സൈഡ്സ് ഓഫ് എ പി ആൻഡ് എ ക്യു ഓഫ് ട്രയാങ്കിൾ എ പി ക്യു ഈക്വൽ വൈ. നമുക്കപ്പം അടുത്ത എന്താണ്? എ പി ആൻഡ് എ ക്യു ആർ ഈക്വൽ ആണോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഈക്വൽ ആണോ? നമുക്ക് ഓൾറെഡി ഒരു കാര്യം അറിയാം. എന്താ അറിയാവുന്നേ? എ ബി ഈക്വൽ ടു എ ഇ എന്നറിയാം. അതുപോലെ ഈ രണ്ട് ട്രയാങ്കിൾ ഈക്വൽ ആണ്, ട്രയാങ്കിൾസിൻ്റെ സൈഡ്സും ആംഗിൾസും ഈക്വൽ ആണെന്ന് ഇവിടെ പ്രൂവ് ചെയ്തതുകൊണ്ട് തന്നെ ബി പി ഈസ് ഈക്വൽ ടു ഇ ക്യു ആണെന്ന് അറിഞ്ഞൂടെ? അങ്ങനെയാണെങ്കിൽ എ പി ഈസ് ഈക്വൽ ടു എ ക്യു അല്ലേ? മനസ്സിലായോ? എളുപ്പമല്ലേ? മനസ്സിലായില്ല എല്ലാവർക്കും? മനസ്സിലായില്ല എങ്കിൽ വീഡിയോ ഒന്നും കൂടി കാണുക. വളരെ എളുപ്പമുള്ളൊരു പ്രോബ്ലമാണ്. പെൻറ്റഗണിൻ്റെ സൈഡിൻ്റെ ആ ഒരു കാര്യം മനസ്സിലായാൽ തന്നെ നമുക്ക് ബാക്കിയുള്ള ആംഗിൾസും കണ്ടുപിടിക്കാം. നമുക്ക് പ്രിൻസിപ്പിൾ ഓർമ്മയിൽ വരിക. ആ പ്രിൻസിപ്പിൾ വെച്ചിട്ട് രണ്ട് ട്രയാങ്കിളിൻ്റെയും ആംഗിൾസും സൈഡ്സും റിലേറ്റ് ചെയ്യുക. ഈ 3 കാര്യങ്ങളും കിട്ടും. അപ്പോൾ നമുക്ക് അടുത്ത ഐസോസെലസ് ട്രയാങ്കിൾസ് എന്ന പോർഷനിലോട്ട് പോകാം അല്ലേ?